ദക്ഷിണേന്ത്യയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നായ വിഷ്ണുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്ന് സമൂഹ ഉരിയരി സമർപ്പണം നടന്നു. കരുനന്ദനടയ്ക്കൻ മഹാരാജാവിന്റെ രാജകൽപ്പനയുടെ തുടർച്ചയായാണ് ഇന്നും ഉരിയരി സമർപ്പണം നടക്കുന്നതെന്ന് ക്ഷേത്രം മുഖ്യ കാര്യദർശി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. 9ാം നൂറ്റാണ്ടിൽ പ്രതിഷ്ഠിച്ച വിഷ്ണുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്ന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സമൂഹ ഉരിയരി സമർപ്പണം നടന്നത്. കരുനന്ദനയ്ക്കൻ മഹാരാജാവിൻ്റെ കാലത്ത് ക്ഷേത്രത്തിലെ ബലിപീഠത്തിൽ വട്ടെഴുത്ത് ശാസനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സൂര്യചന്ദ്രന്മാരുള്ള കാലം വരെ ദേവന് നൈവേദ്യത്തിനായി ഉരിയരി നൽകണമെന്ന രാജകൽപ്പനയുടെ സ്മരണ പുതുക്കലാണ് ഉരിയരി സമർപ്പണമെന്ന് ക്ഷേത്ര മുഖ്യ കാര്യദർശി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. സൂര്യചന്ദ്രനുള്ള കാലം ഉരിയരി സമർപ്പിക്കണം എന്നുള്ളതാണ് വട്ടെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ നേർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉരിയരി സമർപ്പിക്കുന്ന ഒരു നേർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, സമൂഹമായിട്ട് ഉരിയരി നേർച്ച. ഈ പ്രദേശത്തുള്ള കാടായിരുന്നു, ഇത് നശിച്ച് കടന്നു. അതിനെ പുനരുദ്ധരിച്ചു. 21 വർഷമായി അത് പുനരുദ്ധരിച്ചിരിക്കുകയാണ്. ജനകീയമായിട്ട് എല്ലാവർക്കും ഉരിയരി ഇടാനുള്ള ഇതുണ്ട്. സർവ്വമതസ്ഥർക്കും ഇവിടെ പ്രവേശനമുണ്ട്. ആർക്കും ആചാരപൂർവ്വം ഈ ക്ഷേത്ര ദർശനത്തിന് അനുവാദമുണ്ട്. വിഷ്ണുപുരേശ്വരന്റെ നിത്യനൈവേദ്യത്തിനായാണ് ഉരിയരി സമർപ്പിക്കുന്നതെന്നാണ് വിശ്വാസം. വ്യക്തികളുടെ നേർച്ചയെ സമൂഹത്തിന്റെ കൂട്ടായ സമർപ്പണമാക്കി മാറ്റിയ ചടങ്ങിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ വിശ്വാസികൾ പങ്കെടുത്തു. അമ്പലപ്പുഴ പുതുമന ഇല്ലത്ത് ബ്രഹ്മശ്രീ മധുസൂദനൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി കനകരാജ്, ക്ഷേത്രശാന്തി പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ ഉരിയരി സമർപ്പണത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കാളികളായി. ചരിത്രം ശിലാശാസനത്തിൽ മാത്രം ഒതുങ്ങാതെ വിശ്വാസികളുടെ ജീവിതത്തിലും തുടരുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി മാറുകയായിരുന്നു വിഷ്ണുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്ന് നടന്ന സമൂഹ ഉരിയരി സമർപ്പണം. ജനം, തിരുവനന്തപുരം.